ഹലോ കൂട്ടുകാരെ, പെട്ടെന്നൊരു ദിവസം അർജന്റീനയിൽ വേനൽക്കാലത്ത് മഞ്ഞ് പെയ്യാണ്. ഈ ഒരു മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. ഈ മഞ്ഞ് ആരുടെ ദേഹത്ത് വീണാലും അവർ മരിച്ചു വീഴും. അതും പോരാഞ്ഞ് ഏലിയൻ വണ്ടുകൾ വരെ ഇപ്പൊ ഭൂമിയിലേക്ക് വന്നേക്കാണ്. അതേ കൂട്ടുകാരെ, ഒരു കിഡിലൻ അപ്പോക്കാലിപ്റ്റിക് സർവൈവർ ത്രില്ലറാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ പാർട്ട് 1 ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കഥയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു ഡെലിവറി ഗേളിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് ഇങ്ക എന്നാണ്. പുള്ളിക്കാരുടെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആണ്. അവൻ അപ്പൊ തന്നെ ഒരു ഓർഡർ വരുന്നുണ്ട്. അവനിപ്പോൾ ഒരു മാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവളാണ് അവൻ്റെ പകരം ആ ഒരു ഓർഡറുമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജുവാൻ്റെയും കൂട്ടരടുത്തേക്ക് ഈ ഒരു ഡെലിവറികൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണല്ലോ ഈ ഒരു മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് എന്താണ്ടായെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? അതായത് നമ്മുടെ ജുവാനെയും അവൻ്റെ എക്സ് വൈഫിനെയും കൂടി ചേർത്തിട്ട് ഇവരെല്ലാവരും രക്ഷിച്ചിട്ട് താനോടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തലനാരിഴയ്ക്കാണ് നമ്മുടെ ജുവാൻ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ ഇവർ ഈ ഗ്യാരേജിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്ത് റൂസോയുടെ മൃതദേഹം അപ്പോഴും കിടക്കുന്നത് ഒമർ കാണുന്നത്. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജുവാൻ ആണെന്നുണ്ടെങ്കിൽ ടാനോയുടെ അടുത്ത് അവൻ്റെ കാർ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലാരയെ ഇതുവരെ കണ്ടെത്താനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിനാണെന്ന് പറയുമ്പോൾ നമ്മുടെ ടാനാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. അവൻ്റെ ഒരു കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ടാനയുടെ ഈ ഒരു സ്വഭാവം ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ ഇൻഡ ഇപ്പോൾ ജനലിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആയിട്ട് ഒരാളിങ്ങനെ നടന്നു വരുന്നത് ഇവർ കാണുകയാണ്. ഈ ഗ്യാരേജിലേക്കാണ് അയാളും വരുന്നത്. ഇവരെങ്ങനെ തോക്കും ചൂണ്ടിയിട്ട് ആരാടാ നീ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് കോട്ടൊക്കെ അഴിച്ചതിന് ശേഷം അയാളുടെ അടുത്ത് നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെയുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്ന ഒരാളായിരുന്നു. അതും താനോയ്ക്ക് പരിചയമുള്ള ഒരാൾ. ഇപ്പം ഈ വന്ന പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു. അതായത് പുതിയ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ രൂപീകരിക്കാൻ പോകുന്നുണ്ട്, കുറച്ച് നേതാക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇതിലൊന്നും നമ്മുടെ താനോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഒമർ ഉണ്ടല്ലോ, നമ്മുടെ മരിച്ചുപോയ റൂസോന്റെ റിലേറ്റീവ്, ഇവൻ നമ്മുടെ താനോന്റെ കാറും മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ്. ഇവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ അവൻ ആ കാറും എടുത്ത് പോകുമ്പോൾ അതിന്റെ പുറകിലത്തെ ആ ഡിക്കിയുടെ ഡോറും തുറന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് ഇപ്പൊ മഞ്ഞും കയറുന്നുണ്ട്. താനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യനൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താലുള്ള ഗുണം. കാറും മോഷ്ടിച്ചുകൊണ്ട് പോയ നമ്മുടെ ഒമർ ആണെന്നുണ്ടെങ്കിൽ വഴി മനസ്സിലാവാതെ ആകെ പെട്ട് നിൽക്കുകയാണ്. കാരണം നഗരങ്ങളൊക്കെ ആകെ മാറിപ്പോയിട്ടുണ്ട്. എവിടെ നോക്കിയാലും മഞ്ഞാണ്. പെട്ടെന്ന് തന്നെ ആകാശത്ത് നിന്ന് എന്തൊക്കെ വെളിച്ചം കാണുന്നുണ്ട്. അതിനിടയ്ക്ക് ആ കാറിന്റെ നിയന്ത്രണം തെറ്റിയിട്ട് ഇപ്പൊ ഒരു ബിൽഡിങ്ങിലേക്ക് അത് ഇടിച്ച് കയറിയിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ജുവാനും എലീനയും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ മകളായിട്ടുള്ള ക്ലാരയെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കൂട്ടം പട്ടാളക്കാരാണോ അതോ വില്ലന്മാരാണോ എന്ന് അറിയില്ല, ആരോ കുറച്ച് പേര് ഒരു ട്രക്കുമായിട്ട് വരുന്നത്. ഇവരടുത്തുണ്ടായിരുന്ന ഒരു കാറിൽ കയറിയിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. കാരണം അവന്മാർ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. എങ്ങനത്തെ ആൾക്കാരാണെന്ന് അറിയില്ല. നമ്മുടെ ജുവാൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന കണ്ടപ്പോൾ എലിന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന്. ഇല്ല, എനിക്ക് എന്തൊക്കെയോ വിഷൻസും മറ്റൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. അപ്പോഴേക്കും ആ ഒരു ട്രക്ക് അവരുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവരെ ടോർച്ചൊക്കെ അടിച്ചു നോക്കുന്നുണ്ട്. ഇവർ മരിച്ചതുപോലെ കിടന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയി. ആ ട്രക്കിലുണ്ടായിരുന്നവർ എല്ലാ ബിൽഡിങ്ങിലും ഗ്ലാസും മറ്റൊക്കെ തച്ചുടച്ചിട്ട് അതിൽ നിന്നുള്ള സപ്ലൈസ് മൊത്തം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഭക്ഷണ സാധനങ്ങളും അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരവരുടെ ട്രക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലാസ്സുകളൊക്കെ തല്ലി ഉടയ്ക്കുന്നതിന്റെ സൗണ്ട് താനായും കൂട്ടരും കേൾക്കുന്നുണ്ട്. അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. താനും അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ആഹാര സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണമെന്ന്. കാരണം നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇതേ സമയം ജുവാനും എലീനയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഇവരുടെ മകളായിട്ടുള്ള ക്ലാര പഠിക്കുന്നത്. നമ്മുടെ താനോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബാറ്ററി മൊത്തം ഇപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറും ഓടിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. പുറത്ത് കണ്ട ഭീകരമായിട്ടുള്ള കാഴ്ചകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതോട് കൂടിയിട്ട് ആ ഒരു ഐലൻഡിലേക്ക് പോകാന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. പക്ഷെ താനോ ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. എങ്ങോട്ടും പോണ്ട, ഇവിടെ തന്നെ ഇരിക്കാം, ഇതാണ് സേഫ് എന്നാണ് താനോ പറയുന്നത്. ജുവാൻ ആണെന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ പോലും പലതരത്തിലുള്ള വിഷൻസ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പള്ളി ഇങ്ങനെ കത്തുന്നതാണ് ഇപ്പൊ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ എലീന ആ ഒരു കോളേജിന്റെ ഉള്ളിൽ മൊത്തം പരതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ അവൾക്ക് കണ്ടെത്താനായില്ല. പെട്ടെന്ന് ആരുടെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊരു പയ്യനായിരുന്നു. പാബ്ലോ എന്നാണ് ആ പയ്യന്റെ പേര്. ആരൊക്കെയോ ചേർന്നിട്ട് അവൻ അവിടെ പൂട്ടിയിട്ടതായിരുന്നു. നമ്മുടെ ജുവാനും ഇപ്പൊ ഇവളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ഡോർ തുറക്കാൻ നിൽക്കുമ്പോഴേക്കും ഈ ചെക്കനാണെന്നുണ്ടെങ്കിൽ പച്ച തെറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജുവാൻ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചു, മര്യാദക്ക് ഇരുന്നോ അല്ലെങ്കിൽ കാലെ പിടിച്ച് നിലത്ത് ഉടയ്ക്കും. അതോടുകൂടി ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഓടി പോകാൻ നോക്കുമ്പോൾ മഞ്ഞ് കണ്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്.
നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ജുവാനും എലീനും ഈ ഒരു പയ്യനോട് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയ മോനെ നീ ചത്തുപോകും. അങ്ങനെ ക്ലാരയുടെ മാസ്ക് എടുത്തിട്ട് ഈ ഒരു പയ്യന് കൊടുക്കുകയാണ്. മാസ്ക് ഇല്ലാതെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഇതേ സമയം താനായും അവന്റെ സുഹൃത്തും കൂടി ചേർന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ആളുകൾ വരുന്നത്. നേരത്തെ വന്ന ആ ഒരു ഹാർഡ്വെയർ ഷോപ്പിന്റെ മുതലാളി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ തന്നെയായിരുന്നു അത്. കുറച്ച് ആളുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നൊക്കെ താനോട് അടുത്ത് ഇയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജുവാനും അതുപോലെ തന്നെ അവന്റെ എക്സ് വൈഫ് ആയിട്ടുള്ള എലിനയും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ തീന്മേശയിൽ ഇപ്പം മരിച്ചു കിടക്കുന്നതാണ് ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ പാബ്ലോ എന്ന് പറയുന്ന ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര ഷോക്ക് ആവാണ്. നേരത്തെ കണ്ട ആ ഒരു ഹാർഡ്വെയർ ഷോപ്പിന്റെ മുതലാളി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ടാനോട് അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെ ഗാരേജ് ചിലപ്പോൾ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭാര്യ അടുത്ത് വന്ന് പറയാണ്, ഒരാൾക്കും ഒരു സഹായം ചെയ്യാൻ പാടില്ല, എന്നാൽ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, നമുക്ക് ഐലൻഡിലേക്ക് തന്നെ പോവാം, ഇവിടേക്ക് കുറെ മറ്റവന്മാരൊക്കെ വരാൻ പോകുന്നുണ്ട് എന്ന് പറയാണ്. അതുവരെ ഈ ഒരു ഐലൻഡിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ താനോ അടക്കം ഇപ്പൊ ഈ ഒരു ഐലൻഡിലേക്ക് പോകാൻ സമ്മതിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജുവാനെയും എല്ലിനെയും പിന്നെ ആ ഒരു പയ്യനെയാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പയ്യന് നല്ല രീതിയിലുള്ള പനി ഉള്ളതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി നോക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസും മറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ അതൊക്കെ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് ആ ഒരു ഷോപ്പിന്റെ കതക് തട്ടുന്നത്. നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ തുറക്കരുതെന്ന് പറഞ്ഞു, പക്ഷെ എലീന കേട്ടില്ല, പുള്ളിക്കാരി തുറന്നു. ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിറ വയറോട് കൂടി, അതായത് പ്രഗ്നന്റ് ആയിരുന്നു. ഞാനിപ്പോൾ പ്രസവിക്കുമെന്നൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എലീനയാണെന്നുണ്ടെങ്കിൽ അവളെ ചികിത്സിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇവളുടെ സ്വഭാവം മാറി. തൊട്ടപ്പുറത്തെ വാതിലൂടെ ഇവളുടെ കൂടെയുള്ള ഒരു പയ്യനും കയറി വന്നു. എന്നിട്ട് തോക്ക് ചൂണ്ടിയിട്ട് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളും ആ ഒരു കാറും എടുത്തുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. പോരാത്തതിന് ജുവാനെയും അതുപോലെ തന്നെ എലീനയും അവിടെയുള്ള റൂമിൽ പൂട്ടിയിടുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിന് പാബ്ലോയെ മാത്രം അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പാബ്ലോ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ റൂം തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോനെ തുറക്കുക എന്നൊക്കെ നമ്മുടെ എലീന പറഞ്ഞപ്പോൾ അവൻ കേട്ടു. അപ്പോഴേക്കും താനോടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു റേഡിയോ സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്രസീലിൽ നിന്നുള്ള കുറച്ച് ആളുകളൊക്കെ സർവൈവേഴ്സ് ഉണ്ടെന്നൊക്കെ അയാൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഇപ്പൊ ഇവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സഹായത്തോട് കൂടിയിട്ട് ടാനോ അവിടുത്തെ ആന്റിനെയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുന്നു. പക്ഷെ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ടാനോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. കോമ്പസിനോ മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് വടക്ക് നോക്കിയ യന്ത്രത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഈ ഒരു ഭൂമിയുടെ കാന്തിക ശക്തി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളൂ എന്നൊരു തോന്നലൊക്കെ അവന് വരുന്നുണ്ട്. ഇതേ സമയം ജുവാനും കൂട്ടരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി കാണുന്നുണ്ട്. അതിലൊരു കൊച്ചു കുട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ് ആദ്യം മോഷ്ടിക്കാം അല്ലെങ്കിൽ ഇവരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ അതിൽ നിന്ന് പിന്തിരിയുകയാണ്. അങ്ങനെ ഇവർ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെ 3 പേര് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെയിൽവേ പാളം കാണുന്നുണ്ട്. അവിടെ ആയിട്ട് ഒരു ട്രെയിനും കാണുന്നുണ്ട്. നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ കാര്യം. അതിനുള്ളിൽ ഒരു ബോഗിയിൽ മാത്രമായിട്ട് ഒരുപാട് സർവൈവേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജുവാൻ ഒരിക്കൽ കൂടി ആ ഒരു ട്രെയിനിലേക്ക് കയറി നോക്കുന്നുണ്ട്. പക്ഷെ അതിലാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ അവർ രക്ഷപ്പെട്ട് കാണും, അല്ലാന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ഇവിടെ കാണൂലേ. ഇതേ സമയം താനോടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അവള് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജുവാനും കൂട്ടരും വന്നിട്ടുണ്ട്. ആദ്യം ക്ലാരയും കൊണ്ടാണ് ഇവർ വന്നെന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചത്. പക്ഷെ പാബ്ലോ എന്ന് പറയുന്ന ഒരു പയ്യനെയും കൊണ്ടാണ് ഇവർ വന്നതെന്ന് പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. താനോ അപ്പോൾ നമ്മുടെ ജുവാന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഞാൻ ഈ ഒരു ഐലൻഡിലേക്ക് പോവാണ്, നീയും വരണം കേട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. എൻ്റെ മകളെ ഇതുവരെ എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല, നീ എന്താ അങ്ങനെ സംസാരിക്കുന്നേ, നമുക്ക് അവളെ കണ്ടുപിടിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ താനോ സമ്മതിക്കുന്നില്ല. നിന്റെ മകൾക്ക് ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ജുവാന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നേരത്തെ ജുവാന്റെയും എലീനയുടെയും ആ ഒരു കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയ ആ ഒരു ഗർഭിണി പെണ്ണും ചെക്കനും ഉണ്ടായിരുന്നില്ലേ, അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. എന്തോ വന്നിട്ട് അവനെ പിടികൂടുന്നുണ്ട്. പിന്നെ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു കാർ അങ്ങോട്ട് വലിച്ചഴച്ചിട്ട് എന്തോ ഒരു ജീവി അങ്ങോട്ട് പോവുകയാണ്. അതോടുകൂടി രണ്ടെണ്ണത്തിൻ്റെയും കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിലുള്ള വണ്ടുകളൊക്കെ ഉണ്ടാവില്ലേ, പറക്കാത്ത വണ്ട് എന്ന് കൂട്ടിയാൽ മതി, അങ്ങനത്തെ ഒരു ജാതി ടൈപ്പ് ജീവി. അതാണ് ഇവരെ ഇപ്പോൾ ഈ ഒരു പണിയും കൊടുത്ത് പോയേക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു മഞ്ഞ കോട്ടിട്ടുള്ള ആള് ഒരു ടണലിലൂടെ റെയിൽവേ പാളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അതേ ടണലിലൂടെ നടന്നു വരുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ ടാനോയും കൂട്ടരുവാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന റോസോനെ ഇപ്പോൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാബ്ലോ എന്ന് പറയുന്ന ആ പയ്യനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പനി ഉണ്ടായിരുന്നു. ജുവാനാണെന്നുണ്ടെങ്കിൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണ്. കാരണം ക്ലാരയെ കണ്ടുപിടിക്കണമല്ലോ.
പക്ഷെ ഇനി എങ്ങനെ പോകും? താനോയും അവന്റെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർ ഇപ്പൊ ഇന്ത്യയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യ ആണല്ലോ ഇപ്പൊ ഈ ഒരു കാറുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ജുവാൻ ഒറ്റയ്ക്ക് നടന്നു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. എലീനയുടെ അടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടാനോയും കൂട്ടുകാരനും കൂടി ചേർന്നിട്ട് എല്ലാ തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ ഒരു വാക്കി ടോക്കിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടാനോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയ്യിലുണ്ട്. വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ നടന്ന് നടന്ന് ഊപ്പാടിളകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ പുറകിലായിട്ട് ഒരു കാർ വരുന്നത് കാണുന്നത്. നോക്കുമ്പോൾ അത് നമ്മുടെ ടാനോ ആയിരുന്നു. ടാനോയ്ക്ക് സത്യം പറഞ്ഞാൽ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് കളയാൻ ഞാൻ ഒരുക്കമല്ലടാ എന്നാണ് ഇപ്പൊ ടാനോ പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാരയെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാമെന്ന് ടാനോ പറയുന്നുണ്ട്. ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ ബ്രിഡ്ജ് ഇങ്ങനെ തകർന്ന് കിടക്കുന്ന പോലെ കാണുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു ബ്രിഡ്ജ് തകർന്ന് കിടക്കുന്നതല്ല, ഒരുപാട് കാറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് ഒരു ബ്രിഡ്ജ് പോലെ. ഇതാരാ ഇങ്ങനെ ചെയ്തതെന്ന് ഇവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനടിയിലൂടെ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇവരങ്ങനെ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ ഈ കാറുകൾ കിടക്കുന്നത് കണ്ടിട്ട് ഇവർ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് കുറച്ച് വണ്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവര് പേടിച്ച് വരച്ചിട്ട് ഒരു കാറിന്റെ പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ്. അതെന്തോ ഭാഗ്യത്തിന് അവിടുത്തെ സൈനികരായിരുന്നു. അതിൽ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഒരു വണ്ടി മാത്രം നിർത്തി. എന്നിട്ട് ഇവരടുത്ത് പറയാണ്, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ ഭയങ്കര അപകടമാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സൈനികരൊക്കെ പോയതിനു ശേഷം നമ്മുടെ ജുവാനും ടാനും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈനികരെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോയ ആ ഒരു ടണലിന്റെ അടുത്ത് തന്നെ ഇവർ എത്തിയിട്ടുണ്ട്. ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോൾ അത് ആർമിക്കാർക്ക് മനസ്സിലായി. അവരാണെന്നുണ്ടെങ്കിൽ കാറിന് നേരെ വെടിവെക്കുന്നുണ്ട്. ഇവർ വേഗം വണ്ടി പുറകോട്ടെടുത്തു. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ആർമിക്കാർ ഇവർക്ക് നേരല്ലേ വെടിവെക്കുന്നത്, ഇവരുടെ പുറകിലുള്ള എന്തിനോ ആണെന്ന്. അതിനിടയ്ക്ക് ഇവരുടെ കാറാണെന്നുണ്ടെങ്കിൽ തല കീഴായി മറിയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വിഷൻസ് കാണുന്നുണ്ട്. ഇവർ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കാറിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് ആ വണ്ടുകളെ പോലെയുള്ള ജീവികൾ പുറത്തേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഒരു ആർമിക്കാരനാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ പിടിക്കുന്നുണ്ട്. ശേഷം അതിന്റെ ആ ടെന്റക്കിൾസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സ്പൈഡർ വെബ്സും മറ്റൊക്കെ നെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ശവം എങ്ങനെയാണ് വെള്ള തുണിയിൽ പൊതിയുക, അതുപോലെ ഈ ഒരു സൈനികന്റെ ശരീരം മൊത്തം സ്പൈഡർ വെബ്, അതായത് അതിന്റെ സെക്രീഷൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഒരു വെള്ള കളർ പോലെ ആക്കി മാറ്റുകയാണ് ഈ ഒരു ജീവി. മിക്ക സൈനികരെയും ഇതേപോലെ തന്നെയാണ് ഈ ജീവികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്പൈഡർ വെബ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചുരുട്ടി 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 അത് വലിച്ചുകൊണ്ട് ഒരു മടയിലേക്ക് പോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജുവാനും താനോയും കിളി പോയിട്ട് അവിടെ തന്നെ മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ആകെ സൈലന്റ് ആണ്. അപ്പോഴും ഈ ഒരു വിഷൻസും മറ്റുമൊക്കെ ജുവാൻ വീണ്ടും കാണുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ തീരുമാനിക്കുകയാണ്. രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട്. ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഇപ്പൊ അവരുള്ളത്. കാരണം അതിന്റെ മുകളിലേക്ക് ഈ ഒരു ജീവി വരില്ല എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ താഴെ ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം രണ്ടുപേരും പതിയെ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. ആർമിക്കാരൊന്നും തന്നെ അവിടെ കാണാനില്ല. എല്ലാത്തിനെയും ഈ ഒരു ജീവികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജുവാൻ ഒരു കാര്യം ഓർമ്മ വന്നത്. ആ ഒരു ട്രെയിനിന്റെ അടുത്ത് ഒരുപാട് മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജീവികളായിരിക്കും ഈ ഒരു മനുഷ്യന്മാരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഇവർ പോയി നോക്കുമ്പോൾ അവിടെ ആയിട്ട് ഒരു ജീവിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അത് കാണാതെ ഇവർ അതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു വലിയ മടയിലേക്കാണ് ഈ ഒരു ശരീരം വലിച്ചുകൊണ്ട് ഈ ഒരു ജീവി പോയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അറിയാണ്ട് നമ്മുടെ ജുവാന്റെ കൈയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തകരത്തിൽ തട്ടുന്നുണ്ട്. അതോടുകൂടിയിട്ട് ആ മടയിൽ നിന്ന് ഒരുപാട് ജീവികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരെണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജുവാന്റെ നേർക്ക് വരുമ്പോൾ നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർമിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് അതിനെ തീർത്ത് കളയുന്നുണ്ട്. അപ്പോഴേക്കും മറ്റുള്ള ആ ജീവികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇവർക്ക് നിക്കക്കളില്ലാണ്ടായപ്പോൾ ഇവരവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. കാരണം അത്രയും ഭയാനകമായിരുന്നു അതിന്റെ വരവ് എന്ന് പറയുന്നത്. ഇവരങ്ങനെ ഓടിപ്പോയിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. അതിന്റെ വാതിൽ ഇങ്ങനെ അവരിങ്ങനെ മുട്ടി വിളിക്കുന്നുണ്ട്. അവിടെ ആരും ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി സംഭവം. അപ്പോഴേക്കും അതിന്റെ മുകളിൽ നിന്ന് ഒരാൾ കുപ്പി ബോംബ് എറിഞ്ഞിട്ട് ഈ ഒരു ജീവികളെ തീർത്ത് കളയുന്നുണ്ട്. അതിലൊരു ജീവിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ള ജീവികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരിപ്പോ കയറിയിരിക്കുന്നത് ഒരു ബിൽഡിംഗ് മാത്രമല്ല, അതായത് അതൊരു പള്ളിയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സർവൈവേഴ്സ് ഉണ്ടായിരുന്നു. ചെറിയ പിഞ്ചു കുഞ്ഞടക്കം പല പ്രായത്തിലുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇവരുടെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ റോസോന്റെ ബന്ധുവായിട്ടുള്ള ഒമർ എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, അവനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്ന ഒന്ന് നോക്കിയേ. നമ്മൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം തുടക്കത്തിൽ
ജുവാനും ടാനോയും ഒക്കെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പിച്ചക്കാരൻ വന്നിട്ട് അവരുടെ അടുത്ത് പിച്ച ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, ആ പുള്ളിക്കാരൻ വരെ ഇപ്പൊ ഈ ഒരു ക്യാമ്പിലുണ്ട്, അതായത് ഈ ഒരു പള്ളിയുടെ ഉള്ളിലുണ്ട്. അപ്പോഴാണ് ആ ഒരു ക്യാമ്പിന്റെ തലവൻ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഇതൊരു ഏലിയൻ ഇൻവേഷൻ ആണെന്ന് അപ്പോൾ നമ്മുടെ താനോയ്ക്ക് മനസ്സിലായി. അതായത് ആകാശത്തു നിന്നും പലതരത്തിലുള്ള ഉൽക്കകൾ പോലുള്ള സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നാണ് താനോയും ജുവാനും പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയെന്ന് അറിയില്ല. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആരെയും ഇനി പുറത്ത് വിടില്ല എന്നാണ് പറയുന്നത്. കാരണം അത് അവർക്കും ഒരു അപകടം വിളിച്ചു വരുത്തുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടുന്ന് രക്ഷപ്പെട്ടുകൂടെ എന്നാണ് ജുവാനും ബാക്കിയുള്ള എല്ലാവരും പറയുന്നത്. കാരണം ഈ ഒരു ജീവികൾക്കിടയിൽ ജീവിക്കുക എന്ന് പറയാൻ തന്നെ വലിയ പാടാണ്. കാരണം എന്തെങ്കിലും സൗണ്ട് ഉണ്ടായ അപ്പം തന്നെ ഈ ഒരു ജീവികൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആക്രമണം തുടങ്ങും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ നിന്ന് ഒരു വണ്ടിയും കൂടി സംഘടിപ്പിക്കണം. ആദ്യം തന്നെ നമ്മുടെ ജുവാനും കുറച്ച് ആളുകൾ ചേർന്നിട്ട് വണ്ടി സംഘടിപ്പിക്കാനായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പിച്ചക്കാരൻ ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ ജുവാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ലേന്ന്. ഏയ് ഞാൻ വരുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും നടക്കാനോ ഇതാക്കാനൊന്നും പറ്റില്ല, അപ്പോൾ പിന്നെ ഞാനും അവളുടെ കൂടെ തന്നെ ഇവിടെ ഇരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും പതിയെ രാത്രിയായപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു പിഞ്ച് കുഞ്ഞടക്കം ഏകദേശം ഒരു 10-15 പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഇവരൊരു തകർന്ന് കിടന്ന ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭിത്തി തകർത്തിട്ട് അതിൻ്റെ ആ ടണലിലൂടെ രക്ഷപ്പെടാനായിട്ടാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും അവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങി. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിശന്ന് കരയാനും തുടങ്ങി. അതിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഈ ഒരു ജീവികൾ മൊത്തം ഇവരെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവരിപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചർച്ചിലെ മണി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആ ഒരു ശബ്ദം ലക്ഷ്യമാക്കിയിട്ട് ഈ ഒരു ജീവികൾ അങ്ങോട്ടേക്ക് പരക്കം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പിച്ചക്കാരൻ ചേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരനും ഭാര്യയും കൂടി ചേർന്നിട്ട് ഈ ഒരു മണി മുഴക്കിയതിന് ശേഷം അവരവിടെ മൊത്തം പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള പ്ലാനാണ്. ഈ ഒരു ജീവികളാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവർ രണ്ടുപേരും കൂടി സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ജീവികൾ വാതിൽക്കൽ എത്തിയെന്ന് ഉറപ്പായതിനു ശേഷം രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു സിഗരറ്റ് ആ ഒരു പെട്രോളിലേക്ക് ഇടുന്നു. അതോട് കൂടിയിട്ട് ആ ഒരു പള്ളി കത്തി നശിക്കുകയാണ്. ആ ഒരു വിഷനായിരുന്നു എപ്പോഴും നമ്മുടെ ജുവാൻ കണ്ടുകൊണ്ടിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊരു വണ്ടി സംഘടിപ്പിക്കണമല്ലോ. അങ്ങനെ അവിടെ നിന്നൊരു പഴയ കാലത്തെ വണ്ടി ഇവർ ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനടിയിലായിട്ട് ഒരു ജീവി ഉണ്ടായിരുന്നു. അതിവരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ അതിനെ തീർത്ത് കളഞ്ഞു. ഇവർക്ക് പോകാനുള്ള ആ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു. ഈ ഒരു ജീവി കാരണം ആ ഒരു സ്റ്റെക്കൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആ ഒരു വണ്ടിയിലേക്ക് ഇവർ കയറാൻ നിൽക്കുമ്പോൾ ഒരുപാട് ജീവികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഇവർ പുറകിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് കയറ്റിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജുവാനാണെന്നുണ്ടെങ്കിൽ പുറകോട്ട് നോക്കുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്. അതായത് അവൻ്റെ വിഷൻസിൽ അവൻ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരുന്നു. ആ ഒരു പള്ളി നിന്ന് കത്തുന്നതായിരുന്നു അവൻ ഇതിനു മുമ്പ് കണ്ടിരുന്നത്. അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യമെല്ലാം തന്നെ നമ്മുടെ ജുവാന് വിഷൻസ് ആയിട്ട് അവന്റെ മനസ്സിൽ കാണാനായിട്ട് കഴിയും. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും നടക്കുക എന്ന് വല്ല പിടിയുണ്ടോ ഗൈസ്? ഞാനും കണ്ടിട്ടില്ല, ഇനിയും കാണാനുണ്ട്. കണ്ടതിന് ശേഷം ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. സജഷൻസും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.